ലക്ഷ്മി, നീ കൂടി തളർന്നാൽ ഞാൻ ആകെ തകർന്നു പോകും. ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്കിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കും. ക്ഷമിക്കാതിരിക്കും. കൃഷ്ണദാസൻ എന്താ ഇവിടെ വേണ്ടത്? ഒരു കാര്യം അറിയണം. അനിലിനെ കൊന്നത് നിങ്ങളാണോ അതോ അലക്സാണ്ടറെ കൊണ്ട് ചെയ്യിച്ചതോ? ചെയ്യേണ്ട ഞാൻ തന്നെ ആയിരുന്നു. സത്യം പറയൂ. നിങ്ങൾക്കറിയില്ലേ അലക്സാണ്ടറാണ് അവനെ കൊന്നതെന്ന്? അതിനതൊക്കെ തെളിവുകളില്ല. തെളിവുകൾ എങ്ങനെയുണ്ടാവും? ഭാര്യയുടെ സീമന്തപുത്രനല്ലേ അവൻ? പോകുകയാണ്. അവനോട് ആ അലക്സാണ്ടറോട് പറഞ്ഞേക്ക് കൃഷ്ണദാസ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എന്താ ലക്ഷ്മി? എനിക്ക് അവനെ ഒന്ന് കാണണം. ആര്? അലക്സാണ്ടറെ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല. ഞാൻ എന്നും അനാഥനായിരുന്നു. ഇന്നും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ കണക്ക് തീർക്കേണ്ട ബാധ്യത എനിക്കില്ല. കണക്കും കടപ്പാടും ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ വന്നത്. വിജിയുടെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവളിനി രക്ഷപ്പെടുമെന്ന് സംശയം. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ വന്നത്. നിനക്കവൾ എന്തായാലും എനിക്കവൾ എന്നും ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കിയത് അവളായിരുന്നു. എന്നെ അലക്സാണ്ടർ ആക്കിയതും ഈ നിലയിലെത്തിച്ചത് അവർ തന്നെയാണ്. അല്ല, അമ്മ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിമിനൽ ആകണമെന്നില്ല. ഒരുവന്റെ ബേസിക് ടെൻഡൻസി, ജന്മവാസന, അതാണ് അവനെ ക്രിമിനലാക്കുന്നത്. അതിന് അവളല്ല കുറ്റക്കാരി. എന്നിട്ടും നിന്നെപ്പറ്റി ഓർക്കാത്ത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. നീ ഓടിപ്പോയത് അവളുടെ തെറ്റാണ്. അവൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ. നിന്നെ പ്രസവിച്ചു. അതിന് എത്രയോ ജന്മത്തേക്കുള്ള പ്രായശ്ചിത്വം അവൾ ചെയ്തു കഴിഞ്ഞു. ജീവിതം അത്രമാത്രം അവളെ ശിക്ഷിച്ചു. ആദ്യം നിന്റെ രൂപത്തിൽ, പിന്നീട് ഇപ്പോ വിജയം. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. ഈ ബന്ധത്തിന്റെ ബാധ്യത ചിലപ്പോ പിന്നീട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. വരട്ടെ. അവൻ വരില്ല ലക്ഷ്മി. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കെ എന്നെ മോനെ എന്ന് വിളിക്കണം. മോനെ, മോനെ,
എനിക്കൊന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. അന്ന് അമ്മയെ കണ്ടപ്പോ എന്തൊരു സന്തോഷായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അമ്മയെന്ന് കേൾക്കുമ്പോ ഓർക്കാനൊരു മുഖം, അതും അവസാനം നഷ്ടായി. അനി, എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ നീയായിട്ടൊന്ന് ഓർമ്മിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുടുംബവുമായിട്ട് 1 മണിക്കൂർ പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറയൂ. വാട്ട് ഡു യു മീൻ? അലക്സാണ്ടറോട് പറഞ്ഞേരെ, ഈ ഓരോ വീഴ്ചയ്ക്കും അവന്റെ ചങ്കിൽ കുത്തി കൃഷ്ണദാസ് ഇതിന് പകരം ചോദിക്കുമെന്ന്. ഈ ട്രോളർ നിനക്കുള്ളതാണ്. നിനക്കും കുടുംബത്തിനും കഴിയാനുള്ള വക ഇതിന് കിട്ടും. ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നെ കാണാനും വരും. KF ഷാൻ കമ്പനിയുടെ പേരിലാണ് എഗ്രിമെന്റും പേപ്പേഴ്സ്. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിന് 1.5 കോടി രൂപയുടെ ഈ ട്രോളറിന്റെ കോമ്പൻസേഷൻ ആവശ്യമില്ലായിരുന്നു. ആരുടെയും മുന്നിൽ തലവനിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മതി. ഐ എം താങ്ക്ഫുൾ. ദീപു, നീ എനിക്ക് സഹോദരനല്ല, വളർത്തുപുത്രനാണ്. മരിക്കുമ്പോ നിന്റെ അച്ഛൻ എന്റെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാറായി. എന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ കൂടെ നിന്ന് നാളെ നീ ഒരു കള്ളക്കടത്തുകാരനാകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോ 1 ഗുണ്ട നിന്നെ ഒതുക്കാനായിട്ട് പിറക്കുമെന്ന്. 100 അടി നീ അടിക്കുമ്പോ 1 അടി നിനക്കായി തിരിച്ചു വരുമെന്ന്. കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ന് സത്യമാണ്. ഇറ്റ്സ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായിസ്. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇനി പുതിയൊരു തലമുറ അത് വേണ്ട. ഞാനിതൊക്കെ നിർത്തുക. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് കരുതിക്കോളൂ. എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. നീ പറഞ്ഞ സ്നേഹവും സ്വാതന്ത്ര്യവും എന്നും നിനക്കുണ്ടാവും. വരട്ടെ. ആ റിവോൾവറിങ് തന്നേക്കൂ. ഇനി നിനക്കതിന്റെ ആവശ്യമില്ല.
എന്താണ് സർ? ഇന്നലെ കൊല നടന്ന ഫിഷിംഗ് ട്രോളർ നിങ്ങളുടെയല്ലേ? അല്ല, KF ഷാ ആൻഡ് കമ്പനിയുടെയാണ്. അപ്പോ റീസർച്ച് പ്ലാന്റിലുള്ളായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് ആര് സമാധാനം പറയും? ദൈവം പറയും സർ. ദൈവം? അലക്സാണ്ടർ എവിടെ? ഇവനാണ് ദീപുവിനെ കൊന്നത്. ഇവനെ ഞാൻ വെറുതെ വിടില്ല. അതിന് നീ ആരാ? സെഷൻ ജഡ്ജോ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസും വിചാരണയെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്. നിയമം കയ്യിലെടുക്കണ്ട. ശരിക്കും സർ, അലക്സാണ്ടർക്ക് എന്താ വേണ്ടത്? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജിത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് അധോലോകത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. സാർ, കോടതിക്ക് ശിക്ഷിക്കാൻ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. പ്രതിഭാഗത്തിന് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ തെളിവുകളെല്ലാം മാഞ്ഞു പോകും, സാക്ഷികൾ കാലുമാറും. കാരണം മരണപ്പെട്ടവൻ ഇതൊന്നുമില്ലാത്തവനാണ്. ആ പാവം കുട്ടിയെ കൊന്നവന് മരണശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. മിസ്റ്റർ അലക്സാണ്ടർ? ഐ എം മേക്കിംഗ് ഇറ്റ് ഫൈൻ. നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. നേരെയാവാത്ത കാര്യങ്ങളോ? KF ഷായും ദീപക് ഷായും കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയായ കണക്കും കടവും തീർത്തു തരുന്നുണ്ട്. വാക്കുകൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ അവസാന പേരും പിഴുതുകൊണ്ട്. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിച്ചിരിക്കും. That we will see. This is the fingerprint traced on the knife, sir. Both the prints are identical. ഇതാണ് ഇവൻ ഉപയോഗിച്ച കത്തി. നോ, shut up. എന്താ ദാസ്? താൻ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല. അറിയും. എഴുന്നേൽക്കടാ. എഴുന്നേൽക്കാൻ. എന്നെ അടിച്ചെടുത്ത് എനിക്ക് അകത്താക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടാ. നീ എന്നെ എന്ത് ചെയ്യാനാടാ? ഞാഞ്ഞൂല് പുറത്തൊരു കള്ളക്കടത്തുകാരൻ. കിടക്കട പുറത്ത്. ഐ സേ യു ഗെറ്റ് ഔട്ട്. ദാസ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇതൊരു അപകടം പിടിച്ച പണിയാണ്. അതെ, അപകടം പിടിച്ച പണിയാണിത്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപകടം കൂടുന്തോറും പ്രതിഫലവും കൂട്ടി തന്നിട്ടില്ലേ? പിന്നിപ്പോ എന്ത് പറ്റി? ദാസേ, തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ അതുപോലല്ല. IG ബാലകൃഷ്ണൻ, ഹീസ് നോട്ട് എ ഫൂൾ. ഞാൻ മാത്രം വിചാരിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നും നടക്കില്ല. ആദ്യം താനൊന്ന് വിചാരിക്കേ. ബാക്കിയുള്ളവരെ ഞാൻ വിചാരിപ്പിച്ചോളാം. ഇതെടുത്ത് വെച്ചോളൂ. ബാക്കി അജിത്ത് പുറത്തിറങ്ങിയിട്ട്. ഇന്നലെയും മിസ് ചോദിച്ചു പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിന് അപ്പച്ചൻ എന്താ വരാത്തേന്ന്. എല്ലാവരുടെയും അപ്പച്ചനാ വരുന്നേ, എനിക്ക് മാത്രം അമ്മച്ചി. എന്താ ഞാൻ വന്നാ പോരെ? പോരാ, അടുത്ത പ്രാവശ്യം അപ്പച്ചൻ വരണം. എന്തു പറ്റിയെന്ന്? വല്ലാതിരിക്കുന്നല്ലോ. എന്ത് ചെയ്യരുതെന്ന് വിചാരിക്കുന്നതോ അങ്ങോട്ട് തന്നെ ജീവിതം വീണ്ടും എന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. അപകടങ്ങൾ കണ്ട് ഭയന്നിട്ടല്ല, അപകടങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നഷ്ടപ്പെടാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ